ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ ജോലി നാളെ തന്നെ റിസൈൻ ചെയ്യാനും ഫിനാൻഷ്യൽസിൽ ഒരു ജോലി നിനക്കായിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഞങ്ങൾ തരുന്ന ജോലി സ്വീകരിക്കണം എന്നെല്ലാം കണ്ണൻ്റെ മയ്യൻ നിർബന്ധിച്ച് പറയുമ്പോൾ മഞ്ജു അതിന് സമ്മതിക്കുന്നു. ശേഷം കരുണ ദുർഗയോട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വെച്ച് അമ്പലവും അടുക്കളയുമായിട്ട് കഴിഞ്ഞിരുന്നവൾ ഇപ്പോൾ ലോകം മുഴുവൻ ചുറ്റാണ്. എനിക്കതൊക്കെ ഓൺലൈനിലോ ഫോട്ടോസോ ഒക്കെ കാണാനുള്ള ഭാഗ്യം മാത്രമേ ഉള്ളൂ എന്ന് അസൂയയോടെ പറയുമ്പോൾ, മോൾക്കും ഒരു നല്ല സമയം വരും. അവരിപ്പോൾ ഹൈ റേഞ്ചിലേക്കാണല്ലോ പോയിരിക്കുന്നത്. അവർ സഞ്ചരിക്കുന്ന കാർ കൊക്കയിലേക്ക് വീഴും എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, കല്യാണത്തിന് മുൻപ് വരെ മാത്രമേ എനിക്ക് നല്ല സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതോടെ എല്ലാം തീർന്നു. അമ്മയുടെ മകനെ പോലെ ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ഒരു പെണ്ണും വിവാഹശേഷം സന്തോഷം ഉണ്ടാവില്ല എന്നെല്ലാം ഉണ്ണിയെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ കരുണ ദുർഗയോട്. ശേഷം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഗുണ്ടയെ കാണാനെത്തുന്ന മേഘനെ മാർക്കോ കൈയോടെ പിടികൂടുന്നുണ്ടെങ്കിലും മാർക്കോയുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ മേഘൻ. ശേഷം അവൻ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ മാർക്കോ എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ, സാരമില്ല ലോപ്പസേ, എന്നെങ്കിലും അവനെ എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവനെ കണക്കിന് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവുമിലേക്ക് മൂന്നാറിലേക്ക് യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിക്ക് തോമസ് ഡോക്ടറെ കാണണമെന്നും സാറ് ലേഖയ്ക്കായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ മരുന്ന് വാങ്ങിക്കണമെന്നും മഹി ലേഖയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയെയും കണ്ണനെയും എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, അതിനുള്ള വഴി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ഉണ്ണി വന്നിട്ട്, എന്താ കരുണ നീ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെപ്പോലെ കഴിവുകെട്ട ഭർത്താവുള്ള ഏതൊരു പെൺകുട്ടിയും സന്തോഷം കണ്ടെത്താനുള്ള വഴി സ്വയം ആലോചിക്കേണ്ടി വരും. നമ്മൾ അടിച്ചു പൊളിക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവൾ അയാളെയും കൂട്ടി പോയിരിക്കുന്നത്. കാലിന് സ്വാധീനമില്ലെങ്കിൽ എന്താ, അവൾക്ക് എല്ലാ സന്തോഷവും കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട് എന്നെല്ലാം കരുണ പറഞ്ഞ് കലിതുള്ളുമ്പോൾ, നീ അങ്ങനെ പറയാതെ കരുണേ, അവർക്കൊരു ദാമ്പത്യ സുഖം നൽകാൻ കണ്ണേട്ടന് കഴിവില്ലല്ലോ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, അത് മാത്രമേ ഉള്ളൂ ആകെ ഒരു ആശ്വാസം. അയാൾക്ക് എന്തായാലും കാലിന് സ്വാധീനശക്തിയൊന്നും കിട്ടിയിട്ടില്ല, അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇനി നിങ്ങളുടെ ഏട്ടനെയും മഹാലക്ഷ്മിയെയും ജയിക്കാനായിട്ട് ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒരിക്കൽ കൂടി എനിക്ക് വിശേഷം ഉണ്ടാകണം. ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ഈ ജന്മം അവൾക്ക് കഴിയില്ല. മറ്റെന്തൊക്കെ കിട്ടിയാലും ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്തത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു പോരായ്മ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. അതുമാത്രമല്ല, അയാളുടെ ബിസിനസ് എങ്ങനെയെങ്കിലും തകർക്കണം. അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉണ്ണിയേട്ടന് ഈ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് വരാൻ കഴിയില്ല. അങ്ങനെ ഈ സ്വത്തൊന്നും അനുഭവിച്ച് അവർ രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ അടിവേരിളക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നെല്ലാം കരുണ ചതി പറഞ്ഞു കൊടുക്കുമ്പോൾ, അതെങ്ങനെ സാധിക്കും കരുണേ, എല്ലാം ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ലേ. മാത്രമല്ല കമ്പനിയിൽ എന്നെ തരം താഴ്ത്തിയിരിക്കുകയല്ലേ, കമ്പനിയുടെ 7 അയലത്ത് പോലും എന്നെ അടുപ്പിക്കുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ, നിങ്ങളെങ്ങനെ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് പറയാതെ ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കരുണ ഉണ്ണിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ശേഷം മാർക്കോ പ്രതാപനെ കാണുന്നു. ഇന്നും ഞാൻ അവനെ കണ്ടു ഹോസ്പിറ്റലിൽ വെച്ച്. അവൻ്റെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അങ്കളെ, അവൻ്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് പ്രതാപം പറയുന്നുണ്ട്, നീ അവനെ സൂക്ഷിക്കണം മേഘ, നമ്മൾ കൊട്ടേഷൻ ഏൽപ്പിച്ച ഗുണ്ടകളെ പോലെയൊന്നും അല്ല അവൻ. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അത് നടത്തുന്നവനാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ, എങ്ങനെയെങ്കിലും കണ്ണൻ്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാതെ എനിക്ക് മുന്നിക്കും ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്കിളെ എന്ന് മേഘം പറയുമ്പോൾ, അത് ശരിയാണ് നീ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് തെളിച്ചം കാണാനും കണ്ണനോ മഹാലക്ഷ്മിയോ ഇല്ലാതാവണം. പക്ഷേ അവൾ പൂജിക്കുന്ന അയ്യപ്പ സ്വാമി അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവരെ രണ്ടുപേരെയും നമുക്ക് തൊടാൻ പറ്റില്ല. മനുഷ്യന്മാരെ നമുക്ക് എങ്ങനെയെങ്കിലും വിലക്കെടുത്ത് കൂടെ നിർത്താം. പക്ഷേ ദൈവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മാർക്കോയുടെ കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. അവൻ മനുഷ്യൻ തന്നെയാണോടാ? എത്ര തടിമാടന്മാരായ ഗുണ്ടകളെ കണ്ണനെയും മഹാലക്ഷ്മിയുടെയും പുറകെ കൊല്ലാനായിട്ട് നമ്മൾ വിട്ടു. ആ മാർക്കോ കൃത്യസമയത്ത് എത്തി അവരെ രണ്ടുപേരെയും രക്ഷിച്ചു. മാത്രമല്ല ആ ഗുണ്ടകളുടെ എല്ലാം അവസ്ഥ നമ്മളും കണ്ടതല്ലേ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ മേഘനും ചെറിയൊരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടുപിടിക്കണമെങ്കിലേ അവൻ ആരാണെന്നും അവൻ്റെ ശക്തി എന്താണെന്നും കണ്ടെത്തിയാൽ കഴിഞ്ഞാൽ പിന്നെ അവനെ തോൽപ്പിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല എന്നെല്ലാം മേഘനും പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്.
പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും അനന്തവും ലേഖയും മൂന്നാറിലെത്തുന്നു. അപ്പോൾ അന്നത്തെ രാത്രി തന്നെ എല്ലാ അർത്ഥത്തിലും പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നുണ്ട് കേട്ടോ കണ്ണനും മഹിയും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മാർക്കോ സിദ്ധിയായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട് കണ്ണൻ മോനും ലക്ഷ്മി മോളും പുതിയൊരു ജീവിതത്തിൻ്റെ വഴിത്തിരിവിലാണ്. എന്നാലും ശത്രുക്കൾ അവരുടെ പുറകിൽ തന്നെയുണ്ട്. അധികം വൈകാതെ അവർക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള സമയമായി. നീ അവർക്ക് എന്നും കാവലാളായിട്ട് കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാമേ. ഇത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. അമ്മയ്ക്ക് അതറിയാമെന്ന് ഇതിനു മുമ്പ് അമ്മ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജന്മരഹസ്യം അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് മാർക്കോ പറയുമ്പോൾ അത് പറയാൻ സമയമായിട്ടില്ല എന്നും, പക്ഷേ മോനും ലക്ഷ്മി മോളും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഒരു നിമിത്തം പോലെ മോൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. രക്തബന്ധം തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ബന്ധം എന്ന് അമ്മ പറയുന്നത് കേട്ട് ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് അമ്മ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കണ്ണൻ മോനെയും ലക്ഷ്മി മോളെയും തകർക്കാനായിട്ട് അവസാന ആയുധവുമായിട്ട് ലക്ഷ്മി മോളുടെ കൂടപ്പിറപ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് അമ്മയ്ക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആ ക്രൂരതയ്ക്ക് അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടിയിരിക്കും എന്ന് അമ്മ പറയുമ്പോൾ അത് വേണം അമ്മയെ. സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് കണ്ണൻ സാറും മഹാലക്ഷ്മിയും. അവരെ ദ്രോഹിക്കുന്നത് ആരായാലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അമ്മയോട്. എന്തായാലും കരുണയുടെ അഹങ്കാരത്തിനും അസൂയയ്ക്കും വിദ്വേഷത്തിനും എല്ലാം അവസാനത്തെ ഒരു അന്ത്യം കുറിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ. കരുണയാണെങ്കിൽ ഉണ്ണിയെ മുൻനിർത്തി കമലേശ്വരം കമ്പനി തകർക്കാനുള്ള ഒരു കൊടും ചതി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ബിസിനസ്സുകളുടെ ഒന്നും ഒരു കാലത്തും അവരുടെ കൈകളിൽ എത്തിച്ചേരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ തകർച്ചയാണ് ഇത്തവണ കരുണ ലക്ഷ്യമിടുന്നത്. അതിലൂടെ തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയും കുത്തുവാള എടുപ്പിക്കുക എന്നൊരു ഗൂഢമായിട്ടുള്ള ലക്ഷ്യവും കരുണയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും അമ്മ കരുണയുടെ ആ ഞെട്ടിക്കുന്ന ചതിക്ക് ഒരവസാനം കുറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. താങ്ക്